ബദറുൽ മുനീറിൻ്റെ ചേലില് ബദറുളി ഒത്തവനാണവൻ. ബദരീങ്ങളെ പെറ്റ നാട്ടില് ബഹറലയും നീന്തി പോയവൻ. ലൈല മജ്നുവിൻ നാട്ടില്. കുട്ടികൾ എന്തായാലും സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് പാടുമ്പോൾ അല്ലെങ്കിൽ പുറത്തേക്ക് ഒരു സ്റ്റേജിലൊക്കെ പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ ഒരു വിരോധമായിട്ട് ആരും പറഞ്ഞിരുന്നു? അങ്ങനെ പറയുമല്ലോ, പെൺകുട്ടികളിങ്ങനെ മീഡിയൻ്റെ മുമ്പിൽ അതുപോലെ തന്നെ പാട്ടുരംഗത്തൊന്നും അങ്ങനെ അധികം പാടില്ല അങ്ങനെയൊക്കെ പറയുമല്ലോ ആൺകുട്ടികളെക്കാട്ടിയും. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ. എന്താണ് ശരിക്കും ഷംനിന്റെ പ്രതികരണം? അല്ലെങ്കിൽ എന്താണ് അഭിപ്രായം? അങ്ങനൊന്നുമില്ല, കഴിവുള്ളത് കൊണ്ട് പാടാന്നാണ്. കൊക്കര കൊക്കര കോഴിക്കുഞ്ഞേ ചക്കരമാവിലെ തത്തപ്പെണ്ണേ ഒച്ച വെക്കല്ലേ ഒച്ച വെക്കല്ലേ കൊച്ചിളം ബീവിക്ക് കാത് കുത്ത് ഇന്ന് കൊച്ചിളം ബീവിക്ക് കാത് കുത്ത്. ഹായ്, അപ്പോൾ ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ അച്ഛനമ്പലം പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഞാനിന്ന് നിങ്ങൾക്ക് എൻ്റെ ഒരു സബ്സ്ക്രൈബറെ ആണ് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അതായത് ഒരുപാട് കഴിവുണ്ടായിട്ടും എത്താത്ത അല്ലെങ്കിൽ അറിയപ്പെടാത്ത ഒരുപാട് കലാകാരന്മാരുടെ പേരിലുള്ള നമ്മുടെ യാത്രയിൽ ഇന്ന് ഞാൻ അച്ഛനമ്പലം പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ സബ്സ്ക്രൈബർ തന്നെയാണ്. നല്ല കഴിവുള്ളൊരു കുട്ടിയാണ്. ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ വന്നിട്ട് നമ്മളെ വീഡിയോയിൽ യാദൃശികമായി വന്ന് പാട്ട് പാടി നമ്മൾ ഞെട്ടിച്ച ഒരാളാണ്. അപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ ഇവരെ കാണണം, മുമ്പിൽ എത്തിക്കണം എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടേ നിൽക്കുകയാണ്. അതിനിടയിൽ ചെറിയൊരു പനിയൊക്കെ പിടിച്ച ആൾ കിടപ്പിലായി, അതുകൊണ്ടാണ് നേരം വൈകി കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ അവരുടെ വീട്ടിലാണുള്ളത്. എൻ്റെ ബാക്ക് കണ്ടോ. അപ്പം അവരൊന്ന് ജസ്റ്റ് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ആളിവിടെ ഉണ്ട്, ഞാൻ വിളിച്ചെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ലൈക്ക് അടിച്ച് തന്നെ കാണട്ടോ. കാരണം വെച്ചാൽ നമുക്കിത് കാണാൻ പോകുന്ന നമ്മുടെ വ്യക്തി എന്ന് പറഞ്ഞാൽ നമ്മളെ ഫാമിലി മെമ്പറാണ്. അപ്പോൾ എന്തായാലും നോക്കാം. അപ്പോൾ വരും, ആരാ വരും? ഹലോ, അസ്സലാമു അലൈക്കും. സുഖല്ലേ? സുഖാണ്. ഓക്കെ, അന്ന് കണ്ടതാ, പിന്നെ ഒരുപാടായാലും കണ്ടിട്ട്? പിന്നെ കണ്ടില്ല, പനിയൊക്കെ പിടിച്ച് ആകെ ടയർഡായല്ല. ഓക്കെ, അപ്പോൾ ഒന്ന് ഒരാൾ കൂടി പരിചയപ്പെടുത്താനല്ലേ? അപ്പം ഇന്ന് രണ്ട് ആൾക്കാരുടെ നമ്മൾക്ക് എത്തിക്കുന്ന രണ്ട് കലാകാരികളാണ്. ഇന്ന് കോംബോ പാക്കാണ് അല്ലേ? എന്താ പേരെന്താ? അഷ്മിയ. അടിപൊളി പാട്ടൊക്കെ പാടൂല്ലേ? സൂപ്പർ അല്ലേ? ഇത് ഷംന അല്ലേ? മുമ്പ് എല്ലാവർക്കും അറിയാം, എന്നാലും ജസ്റ്റ് പരിചയപ്പെടാന്നുള്ളൂ. അപ്പോൾ സത്യം പറയാം, ഇന്ന് ആരൊക്കെ ഉണ്ടാവും നമ്മുടെ വീഡിയോ? ആരും ഫാമിലി ഉണ്ടോ? ഉണ്ട്. എന്തായാലും അടിപൊളി വീഡിയോ ആയിരിക്കും. പിന്നെ അന്നത്തെ വീഡിയോയിൽ പങ്കെടുത്തതിന് ശേഷം മറ്റേതെങ്കിലും വീഡിയോയിലോ അല്ലെങ്കിൽ മറ്റേ പ്രോഗ്രാമൊക്കെ പങ്കെടുത്താം? പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നിസാർ മാഷാണ് നമ്മളെ അല്ലേ? ഓക്കെ, നല്ല കോരിച്ചൊരിയുന്ന മഴയത്തില്ലേ ഇന്ന് നമ്മള് നല്ല എന്താ പറയാ അടിപൊളി പാട്ട് കേൾക്കാൻ തന്നെ വന്നാണ്. കാരണം ഇന്ന് നല്ല തണുപ്പൊക്കെയാണ് സംഭവത്തിൽ അല്ലേ? വിട്ടുമാറാത്ത മഴ. അപ്പൊ എന്തൊക്കെ വിശേഷങ്ങളൊക്കെ? വിശേഷങ്ങൾ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. പിന്നെ ഇങ്ങനെ അറിയപ്പെടാതെ പോണ കുറെ കലാകാരന്മാരുണ്ട്. അപ്പോൾ ഓരോക്കെ തെരഞ്ഞു പിടിച്ച് ഇങ്ങനെ വീഡിയോന് മുമ്പിൽ എത്തിക്കാന്ന് പറയണത് ഭയങ്കര വലിയൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ നല്ല രസമാണ് വീഡിയോസൊക്കെ കാണാൻ. ഓക്കെ, അതോടൊപ്പം തന്നെ ഇത് അങ്ങനത്തെ ഒരാളാണ് അല്ലേ? നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ അന്ന് നമ്മൾ വന്ന നാള് ലീവായിരുന്നു അല്ലേ? ഓക്കെ, എന്തൊക്കെ വിശേഷം? സുഖാണ്. ആൽബങ്ങളൊക്കെ പാടിയിട്ടുണ്ട് അല്ലേ? ഒരുപാട് പെർഫോം ചെയ്യാനുള്ള ആളും കൂടിയാണ്. വീട്ടിലെ വിശേഷങ്ങൾക്ക് എന്താ? എല്ലാവർക്കും സുഖാണ്. ഓക്കെ, എത്ര വർഷമായിട്ട് പാട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ 5 വർഷമായി. കർണാടകം കൂടി കൂട്ടിയാണ്ട് 2 വർഷമായി. പാട്ട് പഠിക്കാൻ 5 വർഷമായിട്ടോ. 5 വർഷമായിട്ട് പാട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പൊ എത്ര വയസ്സായി? 10. ആഹാ, അപ്പൊ പാട്ടിലേക്കാണ് ജനിച്ചേക്ക. ഓക്കെ, ഷംന എത്ര വർഷമായിട്ട് പാട്ട് പഠിക്കുന്നത്? ഞാന് വർഷങ്ങളൊക്കെ ചോദിച്ചാൽ കുറെ ആയി. എനിക്കിപ്പോ 14-15 വയസ്സാവാനായി. ഞാന് UKG പഠിക്കുമ്പോ പാട്ട് പഠിക്കാൻ തുടങ്ങിയതാണ്. ഇപ്പൊ നമ്മളെ ഫ്രെയിമിൽ ഇതാ 2 ഫാമിലി ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മള് എന്താ പറയാ ഇപ്പൊ നിക്കുന്നത് അഷ്മിയാന്റെ വീട്ടിലല്ലേ? അഷ്മിയ അല്ലേ? ഓക്കെ, അപ്പം അവള് 10 വയസ്സായി എന്നാ പറഞ്ഞേ. പക്ഷെ 5 വർഷമായിട്ട് പാട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ശരിക്കും ഇങ്ങനെ ഒരു രീതി കൂടെ കുട്ടികളെ കൊണ്ടുപോകാൻ കാരണം? അതെന്താ വെച്ചാല് ഓള് ചെറുപ്പം മുതലേ കുറേശ്ശെ പാടും. 2 വയസ്സാകുമ്പോ ഇങ്ങനെ ഓരോ പാട്ട് കേൾക്കുമ്പോ ഇങ്ങനെ പാടും. അപ്പൊ പിന്നെ പഠിപ്പിക്കണം എന്നൊരു ആശ തോന്നി. അങ്ങനെ ഞങ്ങൾ ആദ്യം കൊണ്ടോട്ടി ചേർന്നു. അവിടുന്ന് പിന്നെ കർണാടകോ ഹിന്ദുസ്ഥാനി എന്തെങ്കിലും കൂട്ടത്തിൽ ചെയ്താല് കൊള്ളാന്നുള്ളതിലേക്ക് പിന്നെ അവിടുന്ന് ഇങ്ങനെ നേരെ നിസാർ മാഷിനെ പറ്റി കേട്ടു. അപ്പൊ അങ്ങനെ ഉണ്ട്
അങ്ങനെയാണ് ഇവര് തമ്മിൽ ബന്ധപ്പെടുന്നത് അല്ലേ? ആ ഒരു ഗ്യാങ് ആവുന്നത്. ഓക്കെ. അവിടെ ചെന്നപ്പോ പിന്നെ ഒരു പരിചയമായി അങ്ങനെ. ഓക്കെ. പിന്നെ നമ്മളെ ഫാമിലി പറ്റാതെ പാടുന്ന ആൾക്കാരുണ്ട് മക്കളിൽ തന്നെ? വലിയ മോൻ കുറേശ്ശെ പാടും. പക്ഷെ സിംഗർ ആണോ ആള്? സിംഗറൊന്നുമില്ല, കുറേശ്ശെ പാടും. പക്ഷെ അവന് സ്റ്റേജിലൊക്കെ കുറവാണ് അല്ലേ? അല്ല, അങ്ങനത്തെ ആളെ തപ്പിട്ടാണ് ഞങ്ങൾ നടക്കുന്നത്. എങ്ങനെയുണ്ട് ഷംനന്റെ പാട്ടും കാര്യങ്ങളൊക്കെ? പാട്ട് കുഴപ്പമില്ല, നല്ല വോയിസാണ്, എല്ലാരും പറയുന്നുണ്ട്. അടിപൊളി വോയിസ് ആണ് അല്ലേ? എന്തായാലും നമുക്കിത് കേൾക്കാലോ. പെരുന്നാളിന് ഒരു 2 ആൽബമൊക്കെ ഇറങ്ങി. പിന്നെ പെരുന്നാൾ സോങ് റിലീസ് ആവാനുണ്ട് അല്ലേ? റിലീസ് ആയോ? 2 ചെറിയ പെരുന്നാളിന് 2 ഇറങ്ങി. ഓക്കെ. ഇനിയിപ്പോ ഇതിന്റെ ഒരു പെരുന്നാളുണ്ടോ? അത് ഒന്നും തീരുമാനമായിട്ടില്ല. എന്താ ഉണ്ടായിരിക്കുന്നത് പറയേ? അല്ല, വരട്ടെ. പിന്നെ ഓള് ഫസ്റ്റ് മലപ്പുറമായിരുന്നു പോയിരുന്നത്. മലപ്പുറം മേഫിൽ മാപ്പിള കലാ അക്കാദമി എന്ന് പറഞ്ഞ അവിടെയായിരുന്നു. പിന്നെ ഇവിടെ അംസാക്ക ചെള്ളാരി ദർബാറിലുള്ള അംസാക്ക വിളിച്ച് നിസാർ മാഷത്ത് വന്ന് അവിടെ നിന്നും പഠിക്കുന്നുണ്ട്. ഇപ്പൊ ഓള് ഡിപ്ലോമ എഴുതി, അത് മലപ്പുറത്ത് നിന്നാണ്. കുക്കര കുക്കര കോഴിക്കുഞ്ഞേ ചക്കരമാവിലെ തത്തപ്പെണ്ണേ ഉച്ച വെക്കല്ലേ ഉച്ച വെക്കല്ലേ കൊച്ചിളം ബീവിക്ക് കാത് കുത്ത് ഇന്ന് കൊച്ചിളം ബീവിക്ക് കാത് കുത്ത് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മാഷാഅല്ലാഹ്. പ്രൊഫഷണലായിട്ട് പാട്ട് പഠിക്കുമ്പോൾ ഉള്ളൊരു രീതി അങ്ങനെയാണ് അല്ലേ? കാരണം നമ്മൾ ഒരുപാട് കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ പാട്ട് പഠിക്കാത്ത ആൾക്കാരും പാട്ട് പഠിച്ചവരും തമ്മിലുള്ള മാറ്റം വേറെ തന്നെയാണ്. നമ്മൾ അന്ന് വന്നപ്പോൾ നമ്മൾ എന്തേ കാണാഞ്ഞു? നല്ല വിഷമമായിരുന്നു. എന്താ, ഞാൻ 1 ഇയർ കോഴ്സിനായി ഞാൻ മഞ്ചേരിക്ക് പോയതാ. അത് അവിടെ കഴിഞ്ഞു പോയതാ? ആയിക്കോട്ടെ, നമുക്ക് എന്തായാലും പാട്ടൊന്ന് കേട്ടോക്കെ അല്ലേ? അഹലൂരി അതിർപ്പത്തിൽ മലർ ചുങ്കൻ അസ്ർമുല്ല മാണാപ്പന്തൽ ആകം പോകുന്നേ ആകം പോകുന്നേ ആഹദൂന്തി കിറഫയിലിണക്കിയോർ അരുമപ്പൂവാശകിയോർ പിരിശം ചൊന്നേ പിരിശം ചൊന്നേ അഹലൂരി അതിർപ്പത്തിൽ മലർ ചുങ്കൻ അരുമപ്പൂവാശകിയോർ പിരിശം ചൊന്നേ. സൂപ്പറായിട്ട് പാടിട്ടോ, തകർത്ത് പാടി, അലിഞ്ഞു പാടി അല്ലേ? പിന്നെ ഏതെങ്കിലുമൊക്കെ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ഏത് പ്രോഗ്രാം പങ്കെടുത്തേ? കുറെ ഓഡിഷൻസിനൊക്കെ അങ്ങനത്തെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ? ഓക്കെ. അതിലിപ്പോ നമ്മളെ ഒരാളെ മുമ്പിൽ വെച്ച് ഒരുപാട് ജഡ്ജസ്റ്റുകൾ ഇരിക്കുമല്ലോ, അതിന് മുമ്പ് വെച്ച് പാടുമല്ലോ. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? അതെങ്ങനെയായിരുന്നു അതിന്റെ കാര്യങ്ങളൊക്കെ? ചെറുതായിട്ട് ഫസ്റ്റ് ഒരു പേടിയുണ്ടാവും, പിന്നെ അങ്ങോട്ട് പോകും. പിന്നെ പോയി. ഓക്കെ. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായ ഒരു സംഭവം പറയാൻ പറ്റുമോ? ഈ പാട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ മുമ്പിൽ പാടുമ്പോൾ ഭയങ്കര മടിയും നാണൊക്കെ വന്നിട്ട് പാടിയ സംഗതി എന്തെങ്കിലും ഉണ്ടോ? പേടിച്ച് പാടിയ? ആദ്യം ഇങ്ങനെ തന്നെയാണ്. ഈ പാട്ടിന്റെ വഴിയിലേക്ക് വരാനുള്ള കാരണം? പാട്ടിന്റെ വഴിയിലേക്ക് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഒരു ടീച്ചറാണ്. ഞാൻ UKG പഠിക്കുമ്പോൾ ഇങ്ങനെ ആക്ഷൻ സോങ്ങും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അങ്ങനെ ടീച്ചർ ഇങ്ങനെ എല്ലാവരും കൊണ്ട് പാടിച്ചു നോക്കി. അപ്പോൾ ഞാനിങ്ങനെ ചെറുതായി പാടുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയപ്പോൾ ടീച്ചർ അങ്ങനെ സബ് ജില്ലക്ക് വേണ്ടിയിട്ട് എന്നെ സെലക്ട് ചെയ്തു. അങ്ങനെ പിന്നെ അവിടുന്ന് പ്രൈസ് അടിച്ചപ്പോൾ ടീച്ചർ ഉമ്മാനോടും എല്ലാവരോടും കാര്യം പറഞ്ഞ് പിന്നെ ഇങ്ങനെ മ്യൂസിക് പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് അതിലേക്ക് വരാൻ കാരണം. പഠനത്തിലേക്ക് ഇറങ്ങി വന്നു അല്ലേ? പിന്നെ സത്യം ഒരു പാട്ടുകാരി ആവണമെന്ന് ആഗ്രഹം അങ്ങനെ വല്ലതും ഉണ്ടോ? ആഗ്രഹം ഒരു എന്തായാലും ഒരു ജോലി വേണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇതും. പ്രണയമഴയുടെ നൂലിനറ്റം പട്ടമായി ഞാൻ പാറി പാറി പ്രണയമഴയുടെ നൂലിനറ്റം പട്ടമായി ഞാൻ പാറി പാറി കണ്ടതില്ല നിന്നെയല്ല ദൊന്നുമേ പ്രപഞ്ചത്തിൽ ഒന്നുമേ പ്രപഞ്ചത്തിൽ ഓമലാളെ നിന്നെയോർത്ത് കാത്തിരിപ്പിൻ സൂചി മുനയിൽ മമക്കിനാക്കൾ കോർത്ത് കോർത്ത് ഞാൻ നിനക്കൊരു മാല
തീർത്തു, ഞാൻ നിനക്കൊരു മാല തീർത്തു. അടിപൊളി സാധനം കയ്യിൽ വെച്ചിട്ടാണ് അല്ലേ? കുഴപ്പമില്ല, അടിപൊളിയായിട്ട് കേട്ടോ, സൂപ്പറാണ്. കേൾക്കാൻ നല്ല രസമുണ്ട്. വോയിസിന്റെ കാര്യം പ്രത്യേകം പറയുന്നുണ്ടല്ലോ. പിന്നെ ഞാൻ എവിടെ ഒരു പ്രണയം മുണക്കുന്നുണ്ട്, അങ്ങനെയുള്ളതും വീഡിയോയിൽ പറയാൻ പറ്റാത്തതല്ലോ ആണോ? അങ്ങനൊന്നുമല്ല. ഫസ്റ്റ് ആയിട്ട് പാട്ട് പഠിക്കണത് മെഹഫിൽ മാപ്പിള കലാ അക്കാദമി അവിടെയാണ്. അപ്പം അവിടുത്തെ ഹനീഫ് രാജാജി എന്ന് പറഞ്ഞൊരു ആളുണ്ട്, ആളാണ് കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്. അപ്പം അവിടുത്തെ മാഷ് ഹമീദ് മാഷ്, ആളോടൊക്കെ ഭയങ്കര നന്ദിയുണ്ട്. കാരണം ഞാൻ ഫസ്റ്റ് പഠിച്ചത് അവിടെ നിന്നാണ്, ABCD പഠിക്കുന്നത് അവിടെ നിന്നാണ്. അപ്പം ഇങ്ങനെ അപ്പോൾ എന്തായാലും വളരെ സന്തോഷം കേട്ടോ, ഇതുപോലത്തെ ഒരുപാട് കലാകാരന്മാരെയും കലാകാരികളെയും നിങ്ങൾ മുമ്പിലേക്ക് എത്തിക്കാൻ പറ്റുന്നതിൽ. കാരണം ഒരുപാട് കഴിവുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് ഇവർക്ക് വേദികൾ ഒരുപാട് കുറവാണ്, വലിയ വലിയ വേദികൾ കുറവാണ് അല്ലേ? പക്ഷേ എങ്കിലും നമ്മളെ ചാനൽ ഇങ്ങനെയുള്ളവർക്ക് തുറന്നിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ചാനലിൽ പാടാനോ അല്ലെങ്കിൽ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ വിളിക്കാവുന്നതാണ്. താഴെ നമ്പർ ഞാൻ കൊടുക്കാം. വാട്സപ്പിൽ നിങ്ങൾ ആദ്യം വേണ്ടത് നിങ്ങളുടെ ഒരു പാട്ട് നമുക്ക് അയച്ചു തരാം, നിങ്ങൾ ഡീറ്റെയിൽസ് തരാം. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള വീഡിയോസിലേക്ക് നിങ്ങളെ ഞങ്ങൾ എത്തിക്കും അല്ലേ? അപ്പോൾ എന്താ പറയുക, നമ്മളെ വീഡിയോയിൽ പങ്കെടുത്ത് രണ്ടാമത്തെ വീഡിയോ എന്താ പറയുക? വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ ചെയ്യാന്നൊക്കെ പറയണത് ഭയങ്കര വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം കുറേ കഷ്ടപ്പാടൊക്കെ ഉണ്ട് ഇതിന് പിന്നില്, ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഏജ് മുതൽ നമ്മൾ ഏത് ഏജും നമ്മൾ പാടിപ്പിക്കണം. ചിലർക്ക് അങ്ങനത്തെ ഒരു കാര്യങ്ങളുണ്ട്, അതായത് നമ്മളെ വലിയ ആൾക്കാരെ പാടിപ്പിക്കൂലേ എന്നില്ല, കുട്ടികളെ മാത്രം അങ്ങനെയൊന്നുമില്ല, നമ്മൾ ഏത് കാറ്റഗറിയിലെ ആൾക്കാരെ നമ്മൾ പാടിപ്പിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്പർ താഴെ കൊടുക്കുക, നിങ്ങളുടെ പാട്ടൊന്ന് അയച്ചു തരിക, ഡീറ്റെയിൽസ് അയക്കുക, ബാക്കി ഞങ്ങൾ വിളിക്കുമ്പോൾ പറഞ്ഞാൽ മതി. ഓക്കെ അല്ലേ? തുടരാം അല്ലേ? അപ്പോൾ മനോഹരമായ ശബ്ദത്തിൻ്റെ ഒരു ഉടമയാണ് ഷംന അല്ലേ? അല്ലേ? പറയുന്നില്ല, ഞാനല്ലാതെ തന്നെ പറയലുണ്ട് അല്ലേ? ഓക്കെ. അപ്പം എന്തായാലും ഈ ഒരു പാട്ടിൻ്റെ വഴിയിൽ വന്നപ്പോൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാൻ, തളർത്താനും നിന്നിരുന്നു. സപ്പോർട്ടിന് ആൾക്കാരുണ്ട്, തളർത്താനും നിന്നിരുന്നു. തളർത്താനെന്ന് പറയാൻ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ട്, എന്നാലും ചിലവിലൊക്കെ തളർത്തുന്നുണ്ട്, തളർത്തിയിരുന്നു. ഇപ്പോൾ കുറവാണ്. എന്ത് രീതിയിലായിരുന്നു ആ തളർത്തൽ വന്നത്? അങ്ങനെ ചോദിച്ചാൽ ഇപ്പോൾ എന്താ പറയാ, ഞാൻ ചോദിക്കാം. അതായത് ഇപ്പോൾ നമ്മൾ പെൺകുട്ടിയാണ് അല്ലേ? അപ്പോൾ പെൺകുട്ടികൾ എന്തായാലും സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് പാടുമ്പോൾ അല്ലെങ്കിൽ പുറത്തേക്ക് ഒരു സ്റ്റേജിലൊക്കെ പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ ഒരു വിരോധമായിട്ട് ആരെയും പറഞ്ഞിരുന്നു? അങ്ങനെ പറയുമല്ലോ, പെൺകുട്ടികളിങ്ങനെ മീഡിയൻ്റെ മുമ്പിൽ, അതുപോലെ തന്നെ പാട്ട് രംഗത്തൊന്നും അങ്ങനെ അധികം പാടില്ല അങ്ങനെയൊക്കെ പറയുമല്ലോ ആൺകുട്ടികളെക്കാട്ടിയും. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ. എന്താണ് ശരിക്കും ഷംനിന്റെ പ്രതികരണം, അല്ലെങ്കിൽ എന്താണ് അഭിപ്രായം? അങ്ങനെയൊന്നുമില്ല, കഴിവുള്ളത് കൊണ്ട് പാടാന്നാണ്. അപ്പോൾ ഒരാൾക്ക് പഠിച്ചപ്പോൾ എല്ലാവർക്കും കഴിവൊന്നും കൊടുക്കൂലല്ലോ. അപ്പോൾ കഴിവ് തന്നതുകൊണ്ട് നമ്മൾ അതിനെ യൂട്ടിലൈസ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇത് ഞാൻ പാടുന്നത് എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും എൻ്റെ വോയിസിനെ പാട്ടിനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാം. അതെ, ഡെഡിക്കേഷൻ സോങ് ആണ്, എന്തായാലും കേട്ടോക്കാം. ബദറുൽ മുനീറിൻ്റെ ചേലില് ബദറോളി ഒത്തവനാണവൻ. ബദറുൽ മുനീറിൻ്റെ ചേലില് ബദറോളി ഒത്തവനാണവൻ. ബദരീങ്ങളെ പെറ്റ നാട്ടില് ബഹറലയും നീന്തി പോയവൻ. ലൈല മജ്നുവിൻ നാട്ടില് മൈലാഞ്ചി പൂവിട്ട കാട്ടില് ബെയ്ത്തുകൾ മൂളുന്ന കാറ്റലേ കണ്ടുവോ നീ ആ മാരനെ. നമുക്ക് രണ്ടാൾക്കും രണ്ടു പേരുള്ളതുകൊണ്ട് മാറി മാറി പാടുക നമ്മളല്ലേ? അപ്പോൾ എന്തായാലും അഷ്മിയാക്ക് ഇതുപോലെ ആരെങ്കിലൊക്കെ സപ്പോർട്ടിന് ബാക്കിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടിന് ആൾക്കാരൊക്കെ ഉണ്ടോ? ബാവാക്കുണ്ട്. ബാവാക്ക് എവിടെ സ്ഥലം? ബാവാക്ക് ഇവിടെ പുള്ളാട്ട് ബാവാക്ക എന്നാണ് ഫുൾ നെയിം. പിന്നെ വേങ്ങരയാണ്. എന്തായാലും ബാവാക്ക ഉള്ളതുകൊണ്ടാണ് തോന്നുന്നത് അല്ലേ നമ്മൾ കണ്ടുമുട്ടിയേ അല്ലേ? അപ്പോൾ ബാവാക്കിനെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാൻ പറ്റുമോ? എന്തൊക്കെയാണ് ബാവാക്ക സപ്പോർട്ട് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണെന്നല്ലേ? ബാവാക്ക തന്നെയാണ് ഇതൊക്കെ. ഞാനിപ്പോൾ ബാവാക്ക ഉണ്ടായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയും ഉയരത്തിലൊക്കെ എത്തിയത് അല്ലേ? ഓക്കെ. അപ്പം എന്തായാലും ഈ പാട്ട് നമുക്ക് ബാവാക്കൊക്കെ വേണ്ടിയിട്ട് കേട്ടല്ലോ അല്ലേ? വീഡിയോ കാണുമ്പോൾ നെട്ടട്ടെ. പിന്നെ മോസിൻ മാഷുണ്ട്, ഞങ്ങളെ 1 year ഡിപ്ലോമ കോഴ്സിനുള്ള മാഷാണത്. ഓക്കെ, എല്ലാവർക്കും വേണ്ടിയിട്ട് അല്ല നല്ലേ? കരളിൻ്റെ കരളായി
കഥനകത്ത് എൻ്റെ കൽബിലെ നിനത്താലെ കുറിക്കും കത്ത് കരളിൻ്റെ കരളായ മണിമുത്തൊന്നറിയുവാൻ കരഞ്ഞും കൊണ്ടെഴുതുന്ന കഥനകത്ത് എൻ്റെ കൽബിലെ നിനത്താലെ കുറിക്കും കത്ത്. വാവ്, അടിപൊളിട്ടാ. താങ്ക് യു. സംഗതിയിലേ ഈ ഒരു ശരീരത്തിൽ നിന്ന് ഇത്രയും വലിയൊരു പാട്ട് വരുന്ന ഒരിക്കലും പ്രതീക്ഷയില്ല. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന, നമ്മളിപ്പോൾ പാട്ട് കേൾക്കുന്ന നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് അശ്മിയക്ക് പറയാനുള്ളത്? പിന്നെ ഇത്രയും ഉയരത്തിൽ എത്തിച്ചതിന് ഒരുപാട് അധികം നന്ദിയുണ്ട്. ഓക്കെ, നമുക്ക് വേറെ കാര്യം പറയാനുണ്ട്. ആളൊരു ആൽബത്തിലൊക്കെ പാടിയിട്ടുണ്ട് അല്ലേ? ആൽബത്തിലൊക്കെ പാടിയിട്ടുണ്ട് മാത്രമല്ല, അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇവരെ സെപ്പറേറ്റ് ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു. പക്ഷേ എന്താ പറയുക, രണ്ടാൾക്കാർ നമുക്ക് ഒരുമിച്ച് കിട്ടി, മഴയും കൂടി ആയതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും അശ്മിയ വീണ്ടും പാട്ടിൽ വരിക യൂട്യൂബിൽ. പിന്നെ ഏതോ ഒരു സംഗതിയിൽ റിയാലിറ്റി ഷോയിൽ പാടാൻ വേണ്ടി നിൽക്കല്ലേ, ആ പാട്ടാണത്? അതിൽ പാടല്ലേ? ബാവാക്കാൻ്റെ ഒരു ഓഡിഷൻ വരുന്നുണ്ട്, അതിൽ പാടാനുള്ള പാട്ട് അപ്പോൾ പാടി കേട്ടോ. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് സോങ് കൂടിയാണ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഷംന, അശ്മിയ അല്ലേ, രണ്ട് നല്ല അടിപൊളി പാട്ട് കുട്ടികൾ. ഇഷ്ടമായിട്ടാ പാട്ടും നമ്മളെ കൂടെയുള്ള എല്ലാ സംഗതിയും ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ പ്രേക്ഷകരോട് ഏകദേശം 5 ലക്ഷത്തോളം ഫോളോവേഴ്സ് നമ്മൾ വെയിറ്റ് ചെയ്യണം നമ്മളെ പാട്ട് വേണ്ടിയില്ലേ? അപ്പോൾ എന്താ പറയാനുള്ളത് നമ്മളെ ഈ പ്രേക്ഷകരോട്? നിങ്ങളൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണോണ്ടാണ് നമ്മളെ അടുത്തൊക്കെ ഞാൻ ഈ ക്യാമറേൻ്റെ മുമ്പിൽ വരാൻ തന്നെ കാരണം നിങ്ങളൊരു സപ്പോർട്ട് കാരണമാണ്. അപ്പം ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ വീഡിയോസൊക്കെ ഇനിയും തുടർന്ന് കാണണം. ഓക്കെ, അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, അടിപൊളിയായിട്ട് പോകണല്ലേ? പിന്നെ പാട്ട് ഏതായാലും മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ താല്പര്യം അല്ലേ? സമ്പൂർണ്ണതിനെ തീളങ്ങുമീ ഹജറ ത്യാഗങ്ങളേറെ സഹിച്ച ബിഹജറ ആരും പുകഴ്ത്തുന്ന തൂമങ്ക ഹജറ അഹദായ നാഥനെ സ്നേഹിച്ച് ഹാജറ സംസമിൻ്റെ ചരിത്രത്തിലുണ്ട് ഹാജറ സഫ മർവ കഥയിലും ബീവി ഹാജറ അമ്പിളിച്ചേലുള്ള ഇമ്പർ മണമുള്ള അമ്പത്തരുളിയാൾ പൂമുത്ത് ഹാജറ ദൂതരി ഇബ്രാഹിം